കേരള മുസ്ലിം കൾച്ചർ സെൻറ്റർ വളരെ നാളായിട്ട് ബോഡി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എന്ന് മാത്രമല്ല വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്നും വോളണ്ടറി സർവീസ് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ദുബൈയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് അത് സ്ട്രക്ചറൈസ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ ഇവിടെയുള്ള അംഗീകാരമുള്ള സംഘടനകളെ എംപാനൽ ചെയ്തുകൊണ്ട് അവിടെയുള്ള സംഘടനകളുള്ള വോളണ്ടിയേഴ്സിന് കോൺസുലേറ്റിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ എൻട്രി ചെയ്യാനുള്ള സ്പെഷ്യൽ പാസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സർവീസ് ആരംഭിക്കാൻ കോൺസുലേറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണിത്. ഇതിലൂടെ സുതാര്യവും അതോടൊപ്പം വളരെ നല്ല രൂപത്തിലുള്ള ഒരു സർവീസ് ഇവിടെയുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരുന്നു കോൺസുലേറ്റ്. അതിലൊരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈ ചെയ്ത ആളുകളിൽ ഇവിടെ അംഗീകാരമുള്ള സംഘടനകളെ എംപാനൽ ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് പുറത്തെടുക്കുകയും ആ ലിസ്റ്റിൽ നിന്ന് അവർ നിർദ്ദേശിക്കുന്ന വോളണ്ടിയേഴ്സിന് ഈ ഒരു പ്രിവിലേജ് ലഭ്യമാക്കുമെന്നാണ് കോൺസുലേറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. KMCC ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ സർവീസ് ചാർജ് എന്നുള്ള കോളത്തിൽ നില്ല് എന്ന് എഴുതിക്കൊണ്ടാണ് KMCC ആപ്ലിക്കേഷൻ കൊടുത്തത്. KMCCയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിനാളുടെ വോളണ്ടിയേഴ്സ് രാപ്പകൽ ഭേദമില്ലാതെ സർവീസ് ചാർജൊന്നും ഇല്ലാതെ സേവന സന്നദ്ധരായി ഈ പ്രവർത്തനത്തിന് സന്നദ്ധമായി ഇറങ്ങുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ വളരെ സുതാര്യമായിട്ട് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നതും അതേപോലെ തന്നെ ഈ ഒരു സംവിധാനത്തിലുണ്ടാകുന്ന ചില പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ, അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഓണർഷിപ്പും കസ്റ്റോഡിയൻഷിപ്പും KMCC പോലെയുള്ള മറ്റ് അംഗീകൃത സംഘടനകൾക്കുള്ളതുകൊണ്ട് അത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഈ അർഹതപ്പെട്ട കേസുകൾക്ക് ആണ് FOC പറയുന്നത് അവിടെ അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വേണം, അതല്ലെങ്കിൽ കൗൺസിലേറ്റിന് ഈ ചിലവ് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ കൗൺസിലേറ്റിന് അപ്രോച്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടും ഡോക്യുമെൻ്റ് നാട്ടിൽ നിന്ന് അവർക്ക് ഈ അർഹതപ്പെട്ട കേസാണോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കാറുണ്ട്. അത് അർഹതപ്പെട്ട കേസ് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായും കൗൺസിലേറ്റ് അർഹതപ്പെട്ട കേസുകൾക്കാണല്ലോ ഈ ചിലവഴിക്കുന്നത്. അത് നമ്മൾ ഈ സംഘടനകൾ ഞങ്ങളെ വോളണ്ടിയേഴ്സ് കയ്യിൽ നിന്ന് പൈസ കൊടുത്തുകൊണ്ട് കൗൺസിലേറ്റിന് റീഎംബേഴ്സ്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റീഎംബേഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയായി. ഉണ്ടാകുമ്പോൾ അതിനെ മിസ്യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾ എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു വിഷയത്തിലുണ്ട് എന്നല്ല. ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കോൺസുലേറ്റ് ശക്തമായ ഇത്തരം ഒരു നീക്കം നടത്തിയിട്ടുള്ളത്.